നമസ്കാരം, ഞാൻ മൻസൂർ നൈന, കൊച്ചിയിൽ നിന്ന്. പലരും പല കഥകളും പറയുന്ന കൊച്ചിയിലെ കപ്പൽ മാളികയെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയണം എന്ന് തോന്നി. കുട്ടിക്കാലത്ത് ആ വഴിയെ പോകുമ്പോഴെല്ലാം കപ്പൽ മാതൃകയിലുള്ള ഈ കെട്ടിടം വളരെ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. കൊച്ചിയിലെ പറവാന ജംഗ്ഷനും പൂവപ്പാടം ജംഗ്ഷനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കപ്പൽ മാളികയുടെ ചരിത്രം പലർക്കും അജ്ഞാതമായിരുന്നു. കൊച്ചിയിലെ പല വഴിത്തിരിവുകൾക്കും പറയാനൊരു കഥയുണ്ട്. എന്നാൽ മട്ടാഞ്ചേരിയിലേക്കുള്ള വഴിയിൽ പഴമയുടെ പ്രൗഢിയോടെ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന കപ്പൽ മാളിക അതിലൊന്നും മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ സ്വപ്നവും വ്യാപാര സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും വീഴ്ചയും നഗരത്തിൻ്റെ മാറ്റങ്ങളുമെല്ലാം അതിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. കൊച്ചിയുടെ നഗരക്കാഴ്ചകളിൽ വിസ്മയമായി മാറിയ കപ്പൽ മാളികയുടെ പിന്നിൽ തൃശ്ശൂരിലെ പ്രശസ്തമായ ചാണ്ടി കുടുംബത്തിൻ്റെ വിയർപ്പും സ്വപ്നങ്ങളുമുണ്ട്. ഈ കുടുംബത്തിലെ കാരണവരായിരുന്ന ഫ്രാൻസിസ് ചാണ്ടിയുടെ പേരക്കുട്ടിയും കുര്യൻ ചാണ്ടിയുടെ മകനുമായ ഫ്രാൻസിസ് ചാണ്ടിക്ക് ആ സുവർണകാലത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ ഒരുപാടുണ്ട്. കൊച്ചിയിൽ നിന്ന് അവശേഷിക്കുന്ന ചാണ്ടി കുടുംബത്തിലെ മുതിർന്ന അംഗമായ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഇന്നും കപ്പൽ മാളികയുടെ പ്രതാപവും പഴയ കൊച്ചിയുടെ കച്ചവട തിരക്കുകളും ഒളിമങ്ങാതെ നിൽക്കുന്നു. 1900 കാലം തൃശ്ശൂരിൽ അക്കാലത്ത് ഹാർഡ്വെയർ വ്യാപാരത്തിൽ മുൻപനായിരുന്നു ഫ്രാൻസിസ് ചാണ്ടി. പ്രത്യേകിച്ച് നിർമ്മാണ സാമഗ്രികളുടെ വ്യാപാരമായിരുന്നു അദ്ദേഹത്തിന്. അക്കാലത്ത് നല്ല സാമ്പത്തിക ചുറ്റുപാടുണ്ടായിരുന്നു തൃശ്ശൂരിലെ ഈ ചാണ്ടി കുടുംബത്തിന്. ഫ്രാൻസിസ് ചാണ്ടിക്ക് 7 ആൺമക്കളും ഒരു പെൺകുട്ടിയുമായിരുന്നു. ആന്റണി ചാണ്ടി, കുര്യൻ ചാണ്ടി, ജോസഫ് ചാണ്ടി, അന്നമ്മ ചാണ്ടി, പോൾ ചാണ്ടി, വർഗീസ് ചാണ്ടി, ജേക്കബ് ചാണ്ടി, തിമോത്തി ചാണ്ടി. ടാറ്റ സ്റ്റീൽ, എവറസ്റ്റ് ആസ്പിറ്റോസ്, ACC സിമെന്റ് തുടങ്ങിയ അക്കാലത്ത് പല വമ്പൻ കമ്പനികളുടെയും കേരളത്തിലെ അംഗീകൃത വിതരണക്കാരായിരുന്നു ഫ്രാൻസിസ് ചാണ്ടിയുടെ കമ്പനി. ഇന്ത്യയിലെ പ്രമുഖ തുറമുഖ നഗരമായ കൊച്ചിയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ തങ്ങളുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ ഫ്രാൻസിസ് ചാണ്ടി തീരുമാനിച്ചു. ജലഗതാഗത മാർഗവും അല്ലാതെയും ഏറെ സുഗമമായ ട്രാൻസ്പോർട്ടിംഗ് സൗകര്യമുള്ള മട്ടാഞ്ചേരിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങിയ ഫ്രാൻസിസ് ചാണ്ടി തൻ്റെ മൂത്ത മകൻ ആന്റണി ചാണ്ടി അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ആന്റണി ചാണ്ടി അന്ന് 10ാം തരം പാസ്സായി നിൽക്കുന്ന സമയം. കൊച്ചിയിലെ കപ്പൽ മാളികയുടെ കഥ തുടങ്ങുന്നതിന് മുമ്പ് ചാണ്ടി കുടുംബത്തിലെ ബാക്കി അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. രണ്ടാമത്തെ മകൻ കുര്യൻ ചാണ്ടി 10 പാസ്സായപ്പോൾ അച്ഛൻ ഫ്രാൻസിസ് ചാണ്ടിയോടൊപ്പം തൃശ്ശൂരിലെ വ്യാപാര സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. മൂന്നാമത്തെ മകനായ ജോസഫ് ചാണ്ടി ലക്നൌവിൽ നിന്ന് MSc റേഡിയോളജി പാസ്സായ ശേഷം ബോംബെയിൽ ആരംഭിച്ച ബ്രാഞ്ച് നോക്കി നടത്തി. ഇദ്ദേഹത്തിന്റെ മകൻ ലാസർ ചാണ്ടി ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടുപോയി. മക്കളിൽ 4ാമത്തെ ആളായ അന്നമ്മ ചാണ്ടി വിവാഹം ചെയ്തത് തൃശ്ശൂരിലെ ഒരു തഹസിൽദാറായിരുന്നു. 5ാമത്തെ മകൻ പോൾ ചാണ്ടി വക്കീലായിരുന്നു. BABL പാസ്സായതിനു ശേഷം കൊച്ചിയിൽ തന്നെ പ്രാക്ടീസ് തുടങ്ങി. അത് കഴിഞ്ഞുള്ള വ്യക്തി ജേക്കബ് ചാണ്ടി ലക്നൌവിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായ ശേഷം ബാങ്ക് ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിച്ചു. മക്കളിൽ അവസാനത്തെ ആളാണ് തിമോത്തി ചാണ്ടി. ഇദ്ദേഹം BCom കഴിഞ്ഞ് നാട്ടിൽ വന്ന സമയത്താണ് സ്വത്ത് ഭാഗം വെപ്പ് നടക്കുന്നത്. അത് 1950കളിലാണ് ഈ സംഭവം. ജോസഫ് ചാണ്ടി ബോംബെയിലെ കച്ചവടം മതിയാക്കി മട്ടാഞ്ചേരിയിൽ വന്ന് പുതിയൊരു സ്ഥാപനം തുടങ്ങി. കുര്യൻ ചാണ്ടിയും വർഗീസ് ചാണ്ടിയും ചേർന്ന് മട്ടാഞ്ചേരിയിൽ തന്നെ മറ്റൊരു സ്ഥാപനം തുടങ്ങി. സ്വത്ത് ഭാഗം വെപ്പെല്ലാം കഴിഞ്ഞപ്പോൾ 4 സഹോദരന്മാർ മട്ടാഞ്ചേരിയിലും 3 സഹോദരന്മാർ തൃശ്ശൂരുമായി. സത്യത്തിൽ ഈ കപ്പൽ മാളിക ഒരു പണിതീരാത്ത വീടാണ്. മട്ടാഞ്ചേരിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ തനിക്ക് താമസിക്കാൻ ഒരു വീട് വേണമെന്ന് ഫ്രാൻസിസ് ചാണ്ടി മൂത്ത മകൻ ആന്റണി ചാണ്ടിയോട് ആവശ്യപ്പെട്ടു. ഇവിടെ നിന്നാണ് കപ്പൽ മാളികയുടെ കഥ തുടങ്ങുന്നത്. ആന്റണി ചാണ്ടി 48 സെന്റ് സ്ഥലം കൊച്ചിയിൽ വിലക്കെടുത്ത ശേഷം ബോംബെയിൽ പോയി അന്ന് അവിടുത്തെ ഒരു പ്രശസ്ത ആർക്കിടെക്റ്റിനെ കണ്ടു. ഡച്ച് നിർമ്മാണ ശൈലിയുള്ള ഒരു കപ്പൽ മാളിക പ്ലാൻ ചെയ്ത് നൽകാൻ ആവശ്യപ്പെട്ടു. 5 നിലയുള്ള ഒരു വീടായിരുന്നു ആന്റണി ചാണ്ടി പ്ലാൻ ചെയ്തത്. ആന്റണി ചാണ്ടിയുടെ ബിസിനസ് അന്ന് പണം കുമിഞ്ഞുകൂടിയിരുന്ന കാലം. ഏകദേശം 1942 വീടിൻ്റെ പണി ആരംഭിച്ചു. കമ്പിയും സിമെന്റുമെല്ലാം അമ്പൻ സ്റ്റോക്കായി അന്ന് ഇവരുടെ വിവിധ ഗോഡൌണുകളിലുണ്ട്. ബോംബെയിൽ പോയി പ്ലാൻ വരപ്പിച്ചതോ വീടിൻ്റെ മോഡലോ 5 നിലയുള്ള വീടാണ് പണിയുന്നതെന്നോ ഒന്നും അന്ന് ഫ്രാൻസിസ് ചാണ്ടിക്ക് അറിയില്ലായിരുന്നു. പതിവ് പോലെ തൃശ്ശൂരിൽ നിന്ന് ഒരു ദിവസം മട്ടാഞ്ചേരിയിൽ എത്തിയ അദ്ദേഹം വീട് കണ്ട് നെട്ടി. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൻ്റെ പണി 2 ഭാഗത്തായി ആരംഭിച്ച സമയം ഫ്രാൻസിസ് ചാണ്ടി കാഴ്ച കാണുന്നത് 2ാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട സമയം തൻ്റെ മേലൊരു ബോംബ് പതിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം മകനോട് ചോദിച്ചു, എന്താണ് നീ കാട്ടിക്കൂട്ടുന്നത്? ഇത്രയും വലിയൊരു വീടിൻ്റെ ആവശ്യം എന്താണ്? അതൊരു ദൈന്യതയാർന്ന ചോദ്യമായിരുന്നു. ആ പണി അവിടെ നിർത്തിവെപ്പിച്ചു.
ഒരു ക്രൂയിസ് ഷിപ്പ് മോഡൽ 5 നില കെട്ടിടമായിരുന്നു ആന്റണി ചാണ്ടിയുടെ ആഗ്രഹം. പ്ലാൻ ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അത് അവിടം വെച്ച് ആ കെട്ടിടം പണി നിന്നു. ഭാഗം വെക്കൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കപ്പൽ മാളിക മൂത്ത മകനായ ആന്റണി ചാണ്ടിക്ക് തന്നെ നൽകി. 1951 ചാണ്ടി കുടുംബത്തിന്റെ കാരണവർ ഫ്രാൻസിസ് ചാണ്ടി മരണപ്പെട്ടു. തൃശ്ശൂരിൽ നിന്നും മട്ടാഞ്ചേരിയുടെ മണ്ണിലെത്തി കച്ചവട തന്ത്രങ്ങൾ കൊണ്ട് വിജയഗാഥ രചിച്ച ആന്റണി ചാണ്ടിയുടെ സുവർണകാലമായിരുന്നു അത്. കൊച്ചി വ്യാപാര ഭൂപടത്തിൽ ആ പേര് അന്ന് തലയുയർത്തി നിന്നിരുന്നു. 1960കളിൽ കപ്പൽ മാളികയിൽ കണ്ണീർ വീണു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ എപ്പോഴോ അദ്ദേഹത്തിന് കാലിടറി. കടബാധ്യതകളുടെ ഊരാക്കുരുക്കുകൾ ആന്റണി ചാണ്ടിയുടെ ഉറക്കം കെടുത്തി. ഒടുവിൽ സ്ട്രോക്ക് വന്നതോടെ വളർച്ച ഏറ്റുവാങ്ങി അദ്ദേഹം കിടപ്പിലായി. സ്വപ്നം പോലെ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം തകർന്നു വീണു. താൻ കൺമുന്നിൽ കണ്ട വൻ സ്വപ്നമായിരുന്ന കപ്പൽ മാളിക ഒടുവിൽ ബാധ്യതകളുടെ ചുഴിയിലായി. തൻ്റെ പ്രതാപത്തിൻ്റെ പ്രതീകമായിരുന്ന ആ സ്വപ്ന സൗധത്തിൽ നിന്നും കണ്ണീരോടെ ആന്റണി ചാണ്ടി പടിയിറങ്ങേണ്ടി വന്നു. അനാഥമായി പോയ ആ കെട്ടിടം അക്കാലത്ത് വൈദ്യുതി പോലുമില്ലാതെ കൊച്ചിയുടെ തിരക്കുകൾക്കിടയിൽ ഒരു കറുത്ത നിഴലായി നിലകൊണ്ടു. 1960കളുടെ അവസാനത്തോടെ കൊച്ചിൻ പോർട്ട് ലേബർ യൂണിയൻ ഉൾപ്പെടെ 2-3 ഓഫീസുകൾ കുറച്ചുനാൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1970കളുടെ അവസാനത്തോടെയാണ് നിയമക്കുരുക്കുകളിൽ നിന്നും ബാധ്യതകളിൽ നിന്നും മോചിതമായി ഈ കെട്ടിടം വിൽപ്പനയാവുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മറ്റൊരു ഓർമ്മ കൂടിയുണ്ട്. എൻ്റെ ഉപ്പ ഷാഫി നൈന ചെമ്മീപ്പരിപ്പിൻ്റെ കയറ്റുമതിയിൽ തിളങ്ങി നിന്നിരുന്ന സമയമായിരുന്നു അത്. കപ്പൽ മാളികയ്ക്ക് തൊട്ടടുത്തുള്ള കപ്പലണ്ടി മുക്കിലായിരുന്നു അന്ന് ഞങ്ങളുടെ താമസം. ബാങ്ക് മുഖേനയോ മറ്റോ ഈ കെട്ടിടം വാങ്ങാനുള്ള ആലോചന ഉപ്പയുടെ പക്കലും എത്തിയിരുന്നു. എന്നാൽ കടബാധ്യതകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു വസ്തു വാങ്ങാൻ അന്ന് ഉപ്പ താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഉപ്പ തന്നെ ഈ കഥ പിന്നീട് ഞങ്ങളോട് ഒരിക്കൽ പങ്കുവച്ചിട്ടുണ്ട്. കപ്പൽ മാളിക വിലക്കെടുത്ത ഒരു കപ്പൽ മുതലാളി ഒടുവിൽ 1970കളുടെ അവസാനത്തോടെ കപ്പൽ മാളിക പുതിയൊരു ഉടമയെ ലഭിച്ചു. കൊച്ചിയിലെ പ്രശസ്ത ഗുജറാത്തി വ്യവസായിയായിരുന്ന മഹേന്ദ്ര പരേഖ് ആ ചരിത്ര സൗധം വിലക്കെടുത്തു. അതോടെ കപ്പൽ മാളികയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടു. മഹേന്ദ്ര പരേഖിന്റെ അച്ഛൻ ലക്ഷ്മിദാസും 6 സഹോദരന്മാരും കൂട്ടുകുടുംബമായി കോഴിക്കോട് ഗുജറാത്തി തെരുവിലാണ് താമസിച്ചിരുന്നത്. ഗുജറാത്തിലെ കച്ച് സ്വദേശികളായ ഇവർ കേരളത്തിൽ ബിസിനസ് രംഗത്ത് ആധിപത്യം ഉറപ്പിച്ചു. പരേഖ് ഷിപ്പിംഗ് എന്ന പേരിൽ ഇവർക്ക് 8-10ഓളം കപ്പലുകൾ സ്വന്തമായി ഉണ്ടായിരുന്നു. ഈ ബിസിനസ് വളർച്ച പ്രധാനമായി ലക്ഷ്മിദാസും അദ്ദേഹത്തിന്റെ സഹോദരനായ മധുരാദാസ് നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായിരുന്നു കേട്ടോ. എന്നാൽ പിന്നീട് മറ്റ് സഹോദരങ്ങൾ ബിസിനസ്സിൽ നിന്ന് വേർപിരിഞ്ഞു. ഇവർ പോർബന്ദർ, ബോംബെ, ജാംനഗർ എന്നിവിടങ്ങളിൽ പരേഖ് മറൈൻ എന്ന പേരിൽ ബിസിനസ്സുകൾ തുടങ്ങി. പരേഖ് മറൈൻ എന്നത് പിന്നീട് പരേഖ് ഷിപ്പിങ്ങിന്റെ വിപുലീകരണമായി മാറി. വ്യവസായ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് വികസിച്ചു. 3 സഹോദരങ്ങൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിലെത്തിയ ഇവർ ഷിപ്പിംഗ് ആൻഡ് ഫോർവേഡിംഗ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങി. കൊച്ചിയിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലൂടെയുള്ള ഇവരുടെ വിജയം മഹേന്ദ്ര പരേഖിലൂടെയായിരുന്നു. ബിസിനസ് രംഗത്ത് തന്റെ പിതാവ് നേടിയെടുത്ത വിജയം ആവർത്തിക്കാൻ മഹേന്ദ്ര പരേഖിന് കഴിഞ്ഞു. മാതാപിതാക്കളുടെ നിര്യാണത്തിന് പിന്നാലെ കുറച്ചു കാലത്തിന് ശേഷം 2008 മഹേന്ദ്ര പരേഖ് കപ്പൽ മാളിക വിറ്റു. ഇന്ന് അത് സാഗ എന്ന ഒരു ആന്റിക് വ്യാപാരികളുടെ ഉടമസ്ഥതയിലാണ്. 2008 കൊച്ചി ചുള്ളിക്കലുള്ള ഒരു വീട് മഹേന്ദ്ര പരേഖ് വിലക്കെടുത്തു. ആബാദ് ഗ്രൂപ്പ് സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ സെക്രിയ ഉസ്മാൻ സേട്ടിൻ്റെതായിരുന്നു ആ വീട്. സെക്രിയ ഉസ്മാൻ സേട്ടും പരേഖും ഇരുവരും ഗുജറാത്തിലെ കച്ച് വംശജരാണ്. ജൂൺ 2024 മഹേന്ദ്ര പരേഖ് മരണപ്പെട്ടു. ഓർമ്മകളിലെ കപ്പൽ മാളികയിലുള്ള ജീവിതം ഏറെ സന്തോഷം നൽകുന്നതായിരുന്നുവെന്ന് മഹേന്ദ്ര പരേഖിന്റെ ഇളയ മകൾ അനുപമ പറയുന്നു. ഓരോ ചരിത്രം പറയുമ്പോഴും ഏറെ സന്തോഷത്തോടെ പ്രോത്സാഹനങ്ങൾ നൽകുന്ന ചില മുഖങ്ങളുണ്ട്. അവർ തന്നെയാണ് ഇന്നെൻ്റെ പ്രചോദനം. ആ സ്നേഹമാണ് ഇന്നെൻ്റെ സന്തോഷം.